ഉള്ളവരെ ആരാധനയാവാം, പക്ഷെ അത് നമ്മുടെ ജീവനേക്കാൾ വില കൊടുത്തിട്ടാവരുത്. ഇന്നലെ ബാംഗ്ലൂര് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഭവിച്ച അപകടം 11 ആളുകളാണ് മരണപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു ഫോളോവർ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടേജ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴേ അതിന്റെ ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഈ കാണുന്ന ചെരുപ്പുകൾ ഫുട്പാത്തിൽ കച്ചവടത്തിന് കൂട്ടിയിട്ടതല്ലോ, ഇന്നലെ നടന്ന ദുരന്തത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. സെലിബ്രിറ്റികളോടും താരങ്ങളോടും ആരാധനമൊത്ത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ദുരന്തങ്ങൾ എന്ന് തന്നെ ഇതിനെ വിളിക്കും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരമാവധി ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 40,000 പേർക്കാണ് കേട്ടോ. അവിടേക്കാണ് 2 ലക്ഷത്തിൽ പരം ആളുകൾ കടന്നു വന്നത്. പിന്നെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പറയും. ഗവൺമെന്റിന്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇതുപോലത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടെ ഒന്ന് ചിന്തിക്കണം. കണ്ണൂരുള്ള നമ്മുടെ ഒരു ഫോളോവർ ഷാരിക്ക് വിളിച്ചിട്ട് പറഞ്ഞത് മരണം മുഖാമുഖം കണ്ടു എന്നാണ്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ പോകില്ല എന്നും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നുള്ള സങ്കടവും ഷാരിക്ക് പങ്കുവച്ചു. അത്രയധികം ദയനീയതയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഒരുപാട് മലയാളികളും മലയാളി സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമാണ്. ഗവൺമെന്റിനും അതിന്റെ സംഘാടകർക്കും കുറച്ചു നാളുകൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും എന്നല്ലാതെ നഷ്ടപ്പെടുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ചേരുന്നു. മെട്രോയുടെയും മെട്രോ സ്റ്റേഷന്റെയും അവസ്ഥയാണ്. ദുഃഖിക്കേണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.